ആദ്യമായിട്ടല്ല, ഇത് ഇപ്പം മൂന്നാമത്തെ തവണയാണ്. വളരെ നല്ല നിലയിൽ തന്നെയാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ട്രാൻസ് സഹോദരങ്ങളുടെ ദൃശ്യതയും സാന്നിധ്യവും എല്ലാം വിളംബരം ചെയ്യുന്ന വിധത്തിൽ അവരുടെ സർഗാത്മകമായ കഴിവുകൾ നല്ല രീതിയിൽ ആവിഷ്കരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വേദികളായിട്ടാണ് വർണ്ണപ്പകിട്ട് കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടാറ്. ഒരുപാട് സർഗപരമായ കഴിവുകളുള്ളവരാണ് ഇവരിൽ ഭൂരിഭാഗം പേരും. അതുകൊണ്ട് തന്നെ ആ വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വളരെ മികവുറ്റതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഇത് ഒരുക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ പ്രത്യേകത അനന്യം എന്ന പേരിൽ ട്രാൻസ് സഹോദരങ്ങളുടെ ഒരു ട്രൂപ്പ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ട്രൂപ്പിന്റെ അവതരണം കൂടി ഇന്നത്തെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ഉണ്ടാകും. അപ്പോൾ അവർക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ വേദികളിലും ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒരുക്കുന്ന സ്ഥിരം വേദികളിലുമെല്ലാം അവസരം നൽകണം എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ട്രാൻസ് ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതി, മഴവിൽ എന്ന പേരിലുള്ള ഒരു സമഗ്ര പദ്ധതി ഉൾപ്പെടെ നടപ്പാക്കുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പ്. അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് പലപ്പോഴും അവർക്കുണ്ടാകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമ്പൂർണമായും ഇൻക്ലൂസീവായ സൊസൈറ്റി ആയിട്ട് നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും ഈ വർണ്ണപ്പകിട്ട് കലോത്സവം പോലുള്ള പരിപാടികളുടെ ഉദ്ദേശമാണ്. പക്ഷേ മറ്റൊരു ചോദ്യം, അതായത് നമ്മുടെ ഇവിടെ ലഹരിക്കെതിരായിട്ടുള്ള ശക്തമായ റെയ്ഡ് നടക്കുന്നു. ഒപ്പം തന്നെ ക്യാമ്പസുകളിൽ നിന്ന് അത് വ്യത്യസ്തമായൊരു വിഷയമാണ്. അത് വേറൊരു അവസരത്തിൽ സംസാരിക്കുന്നതാണ്. മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് 24-ാം തീയതി. അത് നമുക്ക് ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ട്രാൻസ് വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് തുടരാണ്. പല രീതിയിലുള്ള അനീതികളും അതിക്രമങ്ങളും ഒക്കെ അനുഭവിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സന്ദർഭത്തിൽ അവർക്കായി അതിമനോഹരമായ ഒരു പരിപാടി ഒരുക്കിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാവും ഉചിതം. മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നിങ്ങൾ ചോദിച്ചോളൂ എന്ത് കാര്യം, അതിന്റെ മറുപടികളാണ് പറയുന്നത്. ഇവരുടെ കുറെ പ്രശ്നങ്ങൾ കൂടി അഡ്രസ് ചെയ്യാനുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യമാണ്. പ്രധാനമായി ഒരു തൊഴിൽ ആണ് ഇവരുടെ ഒരു പ്രധാന പ്രശ്നം. അത് എങ്ങനെ പരിഹരിക്കാം? തൊഴിലിലേക്ക് അവരെ നിയോഗിക്കുന്നതിന് കഴിയുന്ന വിധത്തിലുള്ള പരിശീലനം അവർക്കിപ്പോൾ നൽകുന്നുണ്ട്. നൈപുണ്യ വികസനത്തിന് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സവിശേഷ പദ്ധതി
പ്രൈഡ് എന്ന പേരിൽ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എയർപോർട്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനം കുറേ പേർക്ക് സെലക്ട് ചെയ്ത് അവർക്ക് നൽകുന്നുണ്ട്. ഏത് മേഖലയിലായാലും അവർക്ക് പരിശീലനം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത് കൊടുക്കാനുള്ള പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നുണ്ട്. യത്നം എന്ന പദ്ധതിയിലൂടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ പ്രതിമാസം 1000 രൂപയും കോളേജിലാണെങ്കിൽ പ്രതിമാസം 2000 രൂപയും കൊടുക്കുന്നതിനുള്ള പദ്ധതിയുണ്ട്. ഹോസ്റ്റൽ ചെലവുമായി ബന്ധപ്പെട്ടും സഹായം നൽകുന്നുണ്ട്. അതുപോലെ സെക്സ് റീ അസൈൻമെൻറ്റ് സർജറിയുടെ ചെലവ് സാമൂഹ്യനീതി വകുപ്പ് വഹിക്കുന്നതാണ്. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. തൊഴിലിൻ്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ പിന്തുണയും വകുപ്പ് നൽകുന്നുണ്ട്. അവരുടെ സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം എല്ലാവർക്കും തൊഴിൽ ലഭിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ അതിനുള്ള പരിശ്രമങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ ആ ഉദ്യമങ്ങളിലേക്ക് കടന്നു വരുന്നുമുണ്ട്. അത് വളരെ അഭിമാനകരമാണ്.
So we are very excited about for the Trans Fest in Varnapagita 2025. So this is happening all over all the QR people and the trans people. So we are very much excited about the transgender Varnapagita 2025. So, Minister, flag of your month and the festival is going to happen tomorrow. Yeah, that Minister Bindu is inaugurated this Varnapagita Trans Fest in 2025. So we are all the community because this kind of the festival is happening on this all the coming back to the Kerala, and this is the fourth time it's happening on all over the Kerala because we are more excited about the transgender fest in Varnapagita. So my name is VT Bernard. So I'm a TV news reporter, I'm an artist and makeup artist and theatre artist too. I'm also participating about the Trans Fest in Varnapagita 2025. Thank you very much and please support and cover up in all the programs. Thank you.